ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. നമ്മളവിടെ പഠിച്ച് നമുക്ക് ലഭിച്ച ആത്മീയ അറിവിൽ അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ വളർച്ചയിലും നാം ഉറച്ചു നിൽക്കണം. അതനുസരിച്ച് നാം ജീവിക്കണം. പിറകോട്ട് നാം പോകരുത്. ദൈവം നമ്മെ പഠിപ്പിച്ചതിൽ നിന്ന് നാം വിട്ട് പിറകോട്ട് പോകരുത്. 17-ാമത്തെ വാക്യം നാം കണ്ടത്, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പിൻ എന്ന് പറയുന്നു. പൗലോസ് പറയുന്നത് പൗലോസിനെയും അവർ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഉള്ളവരെയും അനുകരിപ്പീൻ പറയുന്നു. അവരെ മാതൃകയാക്കുവാൻ പറയുന്നു. അവർ നല്ല മാതൃക കാണിച്ചു കൊടുത്തവരാണ്. അവർ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നു. അവർ പിന്തുടരുന്ന മാതൃക മറ്റുള്ളവരും അനുകരിക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, ഒരു സഭയിൽ വരുമ്പോൾ പല രീതിയിലുള്ള ആത്മീക പരിജ്ഞാനത്തിലുള്ള വിശ്വാസികളുണ്ട്. അപ്പം പുതിയ വരുന്നവർക്ക് വേണ്ടി മാതൃകയായി പഴയവരായിത്തീരണം. ക്രിസ്തുവിനെ അറിയുന്നത് പോലെ ആ വെളിച്ചം അനുസരിച്ച് നാം പഠിച്ചതിൽ പരിജ്ഞാനം പ്രാപിച്ചതനുസരിച്ച് നടക്കുക. നമുക്ക് കിട്ടിയ വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ നടക്കുക. നമ്മുടെ മാതൃക ക്രിസ്തുവാണ് എങ്കിലും നമ്മയും കണ്ട് അനേകർ പഠിക്കുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയും നമ്മെ ആർക്കെങ്കിലും മാതൃകയാക്കുകയും വേണം, അല്ലെ? നമ്മൾ മാതൃകയായി തീരുക മാത്രമല്ല, ആരുടെയെങ്കിലും മാതൃക നമ്മൾ കണ്ടുപഠിക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാവരും ആ രീതിയിലായി തരണം. ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ശ്രദ്ധിച്ച് നാം നടക്കുക എന്നാണ് പറഞ്ഞത്. 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ക്രിസ്തുവിനെ ക്രൂശിന് ശത്രുക്കളായി ജീവിക്കുന്ന പലരെയും കുറിച്ച് പൗലോസ് കണ്ണുനീരോടെ പറയുന്നുണ്ട്. പൗലോസ് തന്റെ തടവറയിൽ ആയിരുന്ന സമയത്ത് കരയുന്നില്ല, പക്ഷേ ക്രൂശിന്റെ ശത്രുക്കളെ കുറിച്ച്, അത് നമ്മൾ പറഞ്ഞു, അത് നിത്യജീവനെ പ്രശ്നമായതുകൊണ്ടാണ് അങ്ങനെ ആയിത്തീരുന്നത്. അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ ജീവിതം ക്രൂശിന് വിരുദ്ധമാണ്, ക്രൂശിന്റെ വഴിക്ക് വിരുദ്ധമാണ്. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും പ്രവൃത്തികൾ അവനെ നിഷേധിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം മുഴുവനായിട്ട് പറയുന്നു. അങ്ങനെയുള്ളവരുടെ മാതൃക പിന്തുടരുത് എന്ന് പറയുന്നു. അവരെ കുറിച്ച് പറയുന്നു, അവരുടെ അവസാനം നാശം. 19-ാമത്തെ വാക്യത്തിൽ അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, അവർ ഭൂമിയുള്ള ചിന്തിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയിലെ കാര്യങ്ങളും ലോകത്തിന്റെ ചിന്തകളും മാത്രമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥതയാണ്. അവരുടെ കീശ നിറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ദൈവത്തെക്കാൾ ലോക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് അവരുടെ അവസാനം നാശമാണ്. നമ്മൾ ഇന്നൊക്കെ പഠിക്കുന്ന ക്രിസ്തുവിനെ നാം അറിയുന്നത് മാത്രമല്ല, നാം അറിഞ്ഞിരിക്കുന്ന പരിജ്ഞാനത്തിൽ നിൽക്കണം. ക്രിസ്തുവിനെ പോലെ നാം ജീവിക്കണം. നമ്മുടെ മാതൃക ലോകത്തിൻ്റെതല്ല, ക്രിസ്തുവും ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുന്നവരുടെയും ആണ്. നമ്മുടെ 19-20 വാക്യത്തിൽ നാം കാണുന്നുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തില, അല്ലെ? അതിനനുസരിച്ച് ഉള്ളവരായി നടക്കാം. നമുക്ക് 20-21 വാക്യങ്ങൾ. 20-ാമത്തെ വാക്യം എന്ന് വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നാം എല്ലാവരും കാത്തിരിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് വരും എന്നുള്ളത്. 18-19 വാക്യങ്ങളിൽ പറഞ്ഞ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ, അവരുടെ മനസ്സ് ഭൂമിയിലാണ്, അവരുടെ വയറ്, അവരുടെ ദൈവം അവരുടെ വയറാണ്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ അവസാനം നാശം. 20-21 സ്വർഗത്തിലെ കുറിച്ച് ചിന്തിക്കുന്നവര്, വിശ്വാസികളായവരുടെ, നമ്മുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പൗരത്വം എന്ന് പറയുമ്പോൾ സ്വദേശം അല്ലെന്നുണ്ടെങ്കിൽ ഹോംലാൻഡ്, രാജ്യം, ഭരണത്തിന് കീഴിലുള്ള ജനത എന്നൊക്കെ അർത്ഥം വരും. എന്നിവിടെ പറയാം, പൗരത്വം എന്ന് പറയുമ്പോൾ സ്വദേശം, നമ്മുടെ ഹോംലാൻഡ്, രാജ്യം അല്ലെങ്കിൽ ഭരണത്തിന് കീഴിലുള്ള ജനത എന്നൊക്കെ പറയാം. ക്രിസ്ത്യാനികൾ ഭൂമിയിൽ താമസിക്കുന്നവരാണെങ്കിലും ഏത് പൗരത്വമുള്ളവരാ? സ്വർഗീയ പൗരത്വം ഉള്ളവരാണ്.
ഇവിടെ പൗലോസ് പൗരത്വം എന്ന് ഉദ്ദേശിക്കാൻ കാരണം നമുക്ക് അറിയാം, ആദ്യ ക്ലാസ്സുകളിലൊക്കെ നാം പഠിച്ചതായിരുന്നു. ഫിലിപ്പിയ റോമ ഗവൺമെന്റിന്റെ ഒരു കോളനി ആയിരുന്നു. അപ്പൊ ഫിലിപ്പിയിൽ താമസിക്കുന്നവർ റോമ പൗരത്വമുള്ളവരാണ്. റോമ പൗരത്വം എന്ന് പറയുന്നത് നല്ല വിശേഷപ്പെട്ട ഒരു പൗരത്വമാണ്. പൗലോസും റോമ പൗരനായിരുന്നു. ചിലർ അത് വില കൊടുത്ത് വാങ്ങുന്നുണ്ട്, ചിലർക്കത് ജനനത്താൽ കിട്ടുന്നുണ്ട്. ഫിലിപ്പിയിൽ വസിക്കുന്നവർക്കൊക്കെ കിട്ടിയ ജനനത്താൽ ലഭിച്ച പൗരത്വമാണ്. ഇവിടെ അമേരിക്കൻ സിറ്റിസൺ എന്നൊക്കെ പറയുന്നതിൽ എല്ലാവരും അമേരിക്കൻ സിറ്റിസൺ ആവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നത്തെ കാലത്ത് റോമ പൗരന്മാരാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ വലിയ വിലയേറിയ ഒരു പൗരത്വമാണ് റോമ പൗരത്വം എന്നുള്ളത്. അതുകൊണ്ട് റോമ പൗരത്വമുള്ളവരെ അവർ വലിയ വിശേഷപ്പെട്ടവരാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുക, അത് ആ ഒരു ദൃഷ്ടാന്തം വെച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇപ്പം ഫിലിപ്പീനിലാണ് ജീവിക്കുന്നത് എങ്കിലും നിങ്ങൾ റോമ സിറ്റിസൺസ് ആയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ പൗരത്വം സ്വർഗത്തിൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ രാജ്യം സ്വർഗത്തിലാണ്. നിങ്ങളുടെ ജീവിതമായിരിക്കേണ്ടത് സ്വർഗത്തിൽ ആണ്. സ്വർഗം നമുക്കറിയാം, ദൈവത്തിന്റെ വാസസ്ഥലം, അല്ലെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം. നമുക്ക് സ്വർഗവുമായി വല്ല ബന്ധമുണ്ടോ? നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് അവിടെ പോകേണ്ടുന്ന സ്ഥലമാണ്, നമുക്ക് പോകേണ്ടുന്ന സ്ഥലമാണ് സ്വർഗം എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളെ നമ്മുടെ പിതാവിന്റെ ഭവനം എന്ന് പറയല്ലേ, വായിക്കാം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വളരെ പ്രത്യാശയുടെ വാക്കുകളല്ല, പ്രത്യേകിച്ച് മരണ വീട്ടുകളിലൊക്കെ പറയുന്ന അല്ല വായിക്കുന്ന ഒരു വാക്യമാണിത്. അപ്പൊ നമ്മളുടെ പ്രത്യാശയും അത് തന്നെയാണ് അല്ലേ. നമ്മളുടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഭവനമുണ്ട്. ഭവനം ഒരുക്കാനായിട്ട് ഒരാൾ പോയിരിക്കുന്നു. ഭവനത്തിന്റെ പണി പൂർത്തിയാൽ നമ്മെയും വന്ന് ചേർത്തുകൊള്ളും എന്നാണ് അവിടെ. പിന്നെ അതുപോലെ ലൂക്കോസ് 10:20 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുക. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ എബ്രായർ 12:23 പറയുന്നു, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. ഈ ഫിലിപ്പിലേന 4-ാം അധ്യായത്തിൽ പറയുന്ന ക്ലേമന്ത് മുതലായവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? സ്വർഗത്തിൽ പേര് എഴുതിയിട്ടുണ്ടോന്ന് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുമോ? ചിലർ പറയാം, ഒന്നും എനിക്കറിയത്തില്ല, അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണെന്നല്ലേ. അങ്ങനെയൊന്നും അല്ല, നമുക്കറിയാമത്. നമ്മൾ നമ്മുടെ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ എന്ന് അല്ലെ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം എങ്ങനെയാ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാം ക്രിസ്തുവിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് ഓൾറെഡി സ്വർഗത്തിൽ എഴുതിയിരിക്കുക അല്ലേ. നമ്മളതങ്ങ് വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ മാത്രം മതി. നാം കാണുന്നതിലല്ല പ്രത്യാശിക്കുന്ന, കാണാത്തതിനെയാണ് നമ്മൾ കാഴ്ചയാ ജീവിക്കുന്നത്, കാഴ്ചയിലല്ല വിശ്വാസത്തിലാണ് നാം ജീവിക്കുന്നത്. നാം വിശ്വസിക്കുന്നു നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുക. അപ്പൊ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ? നമ്മുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിലുണ്ട്. ഇപ്പൊ അറിയത്തില്ലായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എവിടെ എഴുതി വെക്കത്തില്ല, ക്ലേമന്ത് മുതലായവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നല്ലേ. നമ്മുടെ എല്ലാവരുടെയും പേര് ജീവപുസ്തകത്തിലുണ്ട്. അത് സ്വർഗത്തിലാണ്, കർത്താവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമ്മളും സ്വർഗത്തിൽ പേരുള്ളവരാണ്. ഇവിടെ സിറ്റിസൺഷിപ്പ് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം പറയുന്നത്, അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരെ പോലെ. അപ്പൊ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, OCA കാർഡ് ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്ന് ജീവിക്കുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇന്ത്യക്കാരായിട്ടാണോ ജീവിക്കേണ്ടത്, അമേരിക്കൻ സിറ്റിസനെ പോലാണോ ജീവിക്കേണ്ടത്? നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവങ്ങളൊക്കെ ഇവിടെ കാണിച്ച എപ്പം
പോയെന്ന് ജയിലിൽ പോയെന്ന് വിചാരിച്ചാൽ മതി അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാലും അമേരിക്കൻ ഗവൺമെന്റിന്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇന്ത്യയിലായിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ജീവിക്കണം. UK-യിലായിരിക്കുന്ന ഇന്ത്യക്കാർ UK-യുടെ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് ജീവിക്കണം. അതുപോലെ നമ്മളും എവിടുത്തെ സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്? സ്വർഗീയ സിറ്റിസൺഷിപ്പാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണോ പോലാണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഭൂവാസികളല്ലേ, ഈ ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്ന, ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നവരെ കുറിച്ച് പോലാണോ നാം ജീവിക്കേണ്ടത്? അല്ല, നാം ജീവിക്കേണ്ടത് നാം സ്വർഗീയ പൗരന്മാരായിട്ടാണ് നാം ജീവിക്കുന്നത്. നാം വസിക്കുന്ന സ്ഥലത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അവരുടെ ഭരണഘടന അനുസരിച്ച് നടക്കുന്നത് പോലെ തന്നെ സ്വർഗീയ പൗരന്മാരായ നാം സ്വർഗത്തിന്റെ ഭരണഘടന അനുസരിച്ച് നടക്കണം. സ്വർഗീയ ഭരണഘടന എവിടെയാണ് നമ്മൾ അറിയുന്നത്? ബൈബിള് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. 66 പുസ്തകങ്ങളിൽ സ്വർഗത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നാം അതനുസരിച്ചാണ് ജീവിക്കുക. അത് വായിക്കാത്തവർക്കും പഠിക്കാത്തവർക്കും അതിൻ്റെ അറിയത്തില്ല അല്ലേ. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്താലേ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് പഠിക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ, മനസ്സിലാക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ അറിഞ്ഞിരുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കാൻ, നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാകണം ആദ്യം. എന്നാൽ മാത്രമേ ആ പരിജ്ഞാനം അനുസരിച്ച് നടക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ റോമാലേഖനം 3 വായിക്കുന്നില്ല, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്കാക്കി വച്ചിരിക്കുന്ന അധികാരത്തിന് അനുസരിച്ച് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളത്. ഒന്നുകൂടെ പറയാം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോ അധികാരത്തിന് കീഴിലാക്കിയിരിക്കുന്നു. അത് സഭയിലാകാം, അത് ഗവൺമെന്റ് ആകാം, അത് ജോലി സ്ഥലങ്ങളിലാകാം, അത് വീട്ടിലാകാം. എവിടെയായിരുന്നാലും ദൈവം വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയ്ക്ക് നാം കീഴടങ്ങിയിരിക്കണം. അല്ല ഞാൻ സ്വർഗീയ പൗരന്മാരാ, ദൈവത്തിന്റെ മക്കളാന്ന് വിചാരിച്ചിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെ നടക്കാനൊക്കത്തില്ല. ആ അധികാരത്തിന് കീഴടങ്ങി നാം ജീവിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഏത് അധികാരങ്ങൾക്ക് കീഴടങ്ങി ഇരുന്നാലും ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിന് പുറത്തായി പോകരുത്. ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിനകത്തുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങി ഇരിക്കാനേ നമുക്ക് അനുവാദമുള്ളൂ. അതെന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വചനം പഠിച്ചില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ആ വചനം പഠിക്കുക, ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഗവൺമെന്റ് അത് അനുവദിക്കുന്നു, പക്ഷെ അത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് വിപരീതമാണെങ്കിൽ നാം അത് ചെയ്യുവാൻ കഴിയത്തില്ല. അത് നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് നാം മനസ്സിലാക്കണം. ദൈവമാക്കി വച്ചിരിക്കുന്ന ആ അധികാരത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആ ഗോൾഡൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ദൈവവചനത്തിൽ പറയുന്ന വ്യവസ്ഥയ്ക്കകത്ത് മാത്രം നിന്ന് കീഴടങ്ങി ഇരിപ്പാനും അനുസരിപ്പാനും ഉള്ള അവകാശമേ ദൈവമക്കൾക്കുള്ളൂ. അത് അടിവരയിട്ട് എഴുതേണ്ടതാണ്. അത് മാത്രമേ ഉള്ളൂ. ആര് നമ്മളെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനത്തിന് പുറത്ത് നാം പോകരുത്. ഓക്കെ, ഈ ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ലോകത്തിൽ നാം പരദേശികളാണ്. പരദേശികൾ എന്ന് പറയുമ്പോൾ നാം വന്നു പാർക്കുന്നവരാണ്. അപ്പം വന്നു പാർക്കുന്നവരെ, ഇപ്പം ഗൾഫിലൊക്കെ ജീവിക്കുന്നവർ, അവര് എന്താ പറയുന്നത്, അവര് അവിടെ പോയിട്ട് അവർക്ക് അവിടെ ശരിയായുള്ളൊരു വീടില്ല. അതുകൊണ്ട് അവർ ആ സ്വദേശത്തേക്ക് എപ്പോഴും മടങ്ങിപ്പോകും അല്ലേ. പക്ഷെ അമേരിക്കയിലോ UK-യിലോ ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല, നമുക്കിവിടെ ജീവിക്കാനുള്ളതാണ്. അപ്പം നാം പരദേശികളാണ്. പരദേശികളാവുമ്പോൾ നാം അവിടെ നിന്ന് ആ ഒരു സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടത്. നമ്മുടെ സ്വദേശം സ്വർഗമാണ്. അവിടേക്ക് മടങ്ങിപ്പോകണം. നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ യാക്കോബിനെ കാണുന്നുണ്ട്, എൻ്റെ പരദേശവാസത്തിന്റെ പ്രയാണം അത്രയുള്ളെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നാം ഈ ലോകത്തിൽ നമുക്ക് ആക്കിയിരിക്കുന്ന 70-80 വർഷം, ഇപ്പൊ പിന്നെ അത്രയൊന്നും ഇല്ല, കുറച്ചൊക്കെ 30 മുതൽ 30 ആദ്യം മുതലേ നമുക്ക് തുടങ്ങാമല്ലേ. എപ്പോഴാണെന്നും അറിയത്തില്ല, ദൈവം എപ്പോൾ വിളിക്കുക അപ്പൊ പോവുക. അപ്പൊ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു, അത് കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും, നാം സ്വദേശത്തേക്ക് പോകേണ്ടവരാണ്. അപ്പം നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയ ദേശത്തേക്കുള്ള പോക്കിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പം സ്വർഗീയ
ആ പൗരന്മാരുടെ ജീവിതം നാം എങ്ങനെയായിരിക്കണം? ലോകത്തിലുള്ളവരെ പോലെ നാം ചിന്തിക്കരുത്. നമ്മൾ എന്തോ ചെയ്യണം? കൊലോസ്യലേഖനം 3-ാം പറഞ്ഞു, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ ലോകത്തിന്റെ പാപങ്ങളെ നാം അനുകരിക്കരുത്. നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ആ ക്രിസ്തുവിന്റെ മാതൃക അനുസരിച്ച് നാം നടക്കുന്നതിനായിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡായ ബൈബിളിൽ നിന്നാണ്. അപ്പം ബൈബിളിൽ പറയുന്ന വിശുദ്ധി അനുസരിച്ച് നാം നടക്കണം. നമ്മളായിരിക്കുന്ന മതത്തിന്റെയോ നമ്മളായിരിക്കുന്ന സ്വഭാവത്തിന്റെയോ വിശുദ്ധി അല്ല നടത്തേണ്ട. നാം ദൈവത്തിന്റെ വിശുദ്ധി, ദൈവവചനത്തിൽ പറയുന്ന വിശുദ്ധി അനുസരിച്ച്, വെള്ളയും വെള്ള ഇട്ടത് കൊണ്ടോ ആഭരണം ഊരിയത് കൊണ്ടോ വേറെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ വിശുദ്ധി അല്ല. അത് പുറമേ കാണിക്കുന്ന വിശുദ്ധി മാത്രമല്ല, അകം വിശുദ്ധി ഉള്ളതായിരിക്കണം. കറയും ചുളുക്കവും ഒന്നുമില്ലാത്തതായിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധി പുറമേയുള്ള വിശുദ്ധി അല്ല, അകമേ വിശുദ്ധിയുള്ളവർ പുറമേ വിശുദ്ധി ഉള്ളവരാകും. അത് വേറൊരു കാര്യം. പക്ഷെ അകമേ വിശുദ്ധിയുള്ളവർ ആയിരിക്കണം. ഓക്കെ. അപ്പം ക്രിസ്തുവിന്റെ സ്വഭാവം നാം പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം നാം പ്രതിഫലിപ്പിക്കണം. നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടു, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകണം. ഈ ലോകത്തിൽ നാം ജീവന്റെ വചനം ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പെരുമാറണം, അല്ലെങ്കിൽ ജ്യോതിസിനെ പോലെ വിളങ്ങണം, പ്രകാശിക്കണം. അപ്പം നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നാം വക്രതയും കോട്ടവും ഉള്ളവരായാണോ ജീവിക്കേണ്ടത്? അല്ല, അവരുടെ നടുവിൽ നാം ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, വേറൊന്നും പ്രമാണിക്കാൻ നമുക്ക് അവകാശമില്ല, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. പ്രകാശിക്കാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ വെളിയിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് പ്രകാശം വേണം. ആ അകത്തെ പ്രകാശം തരുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന സത്യ വെളിച്ചം നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് വെളിച്ചമായി തീരും. കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ ഇരുട്ടിലിരിക്കുന്നവർക്ക് ആ വെളിച്ചം പകരേണ്ടുന്നവരാണ്. നമ്മൾ മുമ്പേ ഇരുളായിരുന്നു, ഇപ്പം കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് നാം വെളിച്ചത്തിനുള്ളവരായി നടക്കണം, വെളിച്ചമായിരിക്കണം. വെളിച്ചത്തിന്റെ സ്വഭാവം തന്നിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്നും അല്ലല്ലേ. വെളിച്ചം മറ്റുള്ളവരെയും പ്രകാശത്തിലേക്ക് നയിക്കുന്നു, മറ്റുള്ളവർ ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കുന്നു. അതുകൊണ്ട് നാമും പ്രകാശിക്കണം, നാം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നവരും ആയി തീരണം. അപ്പൊ സ്വർഗീയ പൗരന്മാർ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരണം. ഈ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ആ സ്വഭാവം അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പെരുമാറണം. ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്ന വെളിച്ചമാണ്. ആ വെളിച്ചത്തിലുള്ളവരായി തിരികെ മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരും ആയി തീരണം. അപ്പൊ അവിടെ നമ്മളെ ഒരിക്കലും ലോകം നമ്മെ നിയന്ത്രിക്കാനായിട്ട് പാടില്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും നാം ഈ ലോകത്തിലുള്ളവരല്ല. നമുക്ക് കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർ ഈ ലോകത്തിലുള്ളവരല്ല, അല്ലേ? അങ്ങനെയല്ലേ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ അവരെ ലോകത്തിൽ നിന്ന് തടുത്ത, പക്ഷെ അവർ ഈ ലോകത്തിലുള്ളവരല്ല. പൗലോസിന്റെ ഭാഷയിൽ പറയാണ്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരാണോ? നമുക്കും ലോകം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ലോകത്തിന്റെ വ്യവസ്ഥ അല്ലെങ്കിൽ വേറെ ഒന്നിന്റെയും വ്യവസ്ഥ നമ്മെ നിയന്ത്രിക്കാനായിട്ട് ഇടയായി തീരരുത്. സ്വർഗീയ വ്യവസ്ഥയും സ്വർഗീയ നിയമങ്ങളും ആയിരിക്കണം, ക്രിസ്തുവുമായിരിക്കണം നമ്മെ നിയന്ത്രിക്കേണ്ടത്. ഇനി അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമുക്കൊരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി,
കർത്താവ്, നമ്മിൽ കർത്തൃത്വം നടത്തുന്നവൻ. അപ്പൊ നമ്മിൽ കർത്തൃത്വം നടത്തുന്നവൻ രക്ഷിതാവായി വരുമെന്ന് നമ്മെ രക്ഷിക്കാൻ അവൻ വരുമെന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഈഗർലി വെയിറ്റിംഗ്, പ്രത്യാശയോടെ കാത്തിരിക്കുക, ഒന്നിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ചിലര് കാത്തിരിക്കും ഒരു ഹോപ്പും ഇല്ലാതെ കാത്തിരിക്കുക, അല്ലേ? ഒരു വിഷമത്തോടെ കാത്തിരിക്കുക. ഇത് വിഷമത്തോടെയല്ല, നാം പ്രത്യാശയോടെ സന്തോഷത്തോടെ നാം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കും. ഒരു വധു തൻ്റെ വരനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നത് പോലെ, തിരിച്ചാണെങ്കിൽ ഒരു വരൻ തൻ്റെ വധുവിനെ കാത്തിരിക്കുന്നത് പോലെ പ്രത്യാശയോടെ സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത്. സഭ തൻ്റെ രക്ഷകനായ കർത്താവിനെ കാത്തിരിക്കുന്നു. നാം കണ്ടിട്ടില്ല എങ്കിലും ആ കാണുവാനുള്ള പ്രതീക്ഷയിൽ നാം ജീവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കണം? 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും കാക്കണം. സാത്താൻ നമ്മെ പരീക്ഷിക്കരുത്. ആ സാത്താന്റെ ചതിയിൽ നാം അകപ്പെട്ടു പോകരുത്. ആ ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ടവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കും. പക്ഷെ എന്നിരുന്നാലും സാത്താൻ നമ്മെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലയിൽ നിന്ന് തെറ്റിപ്പിച്ച് കളയുവാനുള്ള സകല തന്ത്രങ്ങളും ഉപയോഗിക്കും. അപ്പൊ അതിന് നാം കീഴ്പ്പെടരുതേ. അതാണ് ലോക വ്യവസ്ഥയ്ക്ക് നാം കീഴ്പ്പെടരുതേ. നാം ദൈവത്തിന് മാതൃകയായി ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. നാം ആ ദൈവമക്കളാണെന്ന് പറയുന്നു എങ്കിലും നാം ദൈവത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്നില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ നമ്മുടെ ശുദ്ധീകരണം. ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള ആകാംക്ഷ നമുക്കില്ല, വായിപ്പാനുള്ള ആകാംക്ഷ നമുക്കില്ല, പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്കില്ല, മീറ്റിങ്ങിന് പോകാനുള്ള അതിനുള്ള മനസ്സ് നമുക്കില്ല. ഇങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാൻ എങ്ങനെയാ വരുന്നത്? ഏകാഗ്രതയോടെ. ഒരു ദൃഷ്ടാന്തം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു വധു തനിക്കിഷ്ടമുള്ളതുപോലെ നടന്നാൽ, ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് മറ്റുള്ളവരെ നോക്കി നടന്നാൽ, ആ വരൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം എപ്പം മുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? അങ്ങനെയാണെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കാൻ വരുമ്പോൾ ആരെ കൊണ്ടുപോകും? ക്രിസ്തുവിൽ ഏകാഗ്രതയായിരിക്കുന്നവരെയോ അതോ ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ നടക്കുന്നവരെയോ? നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം നല്ല സത്യക്രിസ്ത്യാനികൾ, സത്യവിശ്വാസികൾ. നമ്മെക്കാളും അധികമായി ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്, നമ്മൾ അറിയുന്നില്ലെങ്കിലും. നമ്മളുടെ സ്ഥാനം എവിടെ? അവരുടെ സ്ഥാനം എവിടെ? അതുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു അന്ന് ലജ്ജിച്ചു പോകുവാൻ ആരും ഇടയാക്കുന്നത്. ഞാനിത് പിന്നെയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണമുണ്ട്. പലരും ക്രിസ്തുവിനെ, ക്രൂശിനെ പിന്തുടർന്നവർ, സന്തോഷത്തോടും ആർപ്പോടും കൂടെ നടന്നവർ, ഒരു സമയം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ വിട്ടുപോയ അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് പോയാൽ നമുക്ക് ഏത് സമയവും തെറ്റിപ്പോകാം, ഏത് സമയത്തും തെറ്റിപ്പോകാം. നമ്മളെല്ലാവരും പാപികളായ മനുഷ്യർ, ദൈവകൃപയാൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ഇപ്പോഴും ബലഹീനരാണ്. നമ്മൾ ഏത് നിമിഷവും പാപത്തിലേക്ക് പോകുവാൻ നമുക്ക് അവസരമുണ്ടെന്നല്ല, ചാൻസ് ഉണ്ട്. കാരണം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം ഇതുവരെയും മോചിതമായിട്ടില്ല. പാപത്തിന്റെ ശിക്ഷയിൽ നമ്മൾ വിടുവിക്കപ്പെട്ടു എങ്കിലും നാം പാപലോകത്തിൽ ജീവിക്കുമ്പോൾ, സാത്താന്റെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, സാത്താനും പിശാചിനും അതിന്റെ ലോക വ്യവസ്ഥയ്ക്കൊക്കെ അധീനമായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, അതിലേക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും ചായുന്നത് എങ്ങനെയാ? എപ്പോഴും വചനവും വായിച്ചും പഠിച്ചും പ്രസംഗം കേട്ടും കൊണ്ടിരിക്കുന്നവർ ഒരു ഇച്ചിരി സമയം കേട്ടിയാൽ പെട്ടെന്ന് യൂട്യൂബ് തപ്പുമല്ലയോ? എത്രയൊക്കെ റീൽസ് കണ്ടുപോകും ഒരു ദിവസം. എന്നെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ ഒഴിച്ചു നിർത്തിയിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാറില്ല. അതുകൊണ്ട് നമ്മൾ ഒരു റീൽസ് കാണും, അടുത്തത് കാണും, പിന്നെ 1 സെക്കൻഡ് അല്ല എടുക്കത്തുള്ളൂ, അല്ലെ 10 സെക്കൻഡ് അല്ല എടുക്കുക. എത്ര നമ്മൾ കണ്ടുപോകും? അങ്ങനെ സമയം പോകുന്നു ചിലപ്പോൾ അറിയത്തില്ല.
അതുകൊണ്ട് ആ ലോകത്തിന്റെ വ്യവസ്ഥ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്നതാ. വചനം കേൾക്കാൻ നമുക്ക് അത്രത്തോളം താല്പര്യമില്ല. ഞാൻ ചിലപ്പം വിചാരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനം കൂടെ ചിലപ്പോൾ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും വരത്തില്ല കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ട്. നമുക്ക് ഈ ലോകത്തിന്റെ വ്യവസ്ഥയോടാ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളതല്ലേ, അതിലേക്കാണ് നമ്മുടെ കണ്ണുകൾ തിരിയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ദൈവം ഇങ്ങനെ ആക്കട്ടെ. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിശ്വാസികളുടെ മനസ്സും കുരുടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. കുരുടാക്കിൽ നിന്ന് മാറി നാം പോകണം. നാം വേറെ ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. അവിടെ നമ്മൾ എന്തിനാണ് ചിന്തിക്കേണ്ടത്? നമ്മൾ കാത്തിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയോടും ഏകാഗ്രതയോടും കാത്തിരിക്കണം. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുന്നു, നമ്മെ രക്ഷിക്കുവാൻ ഈ ഇപ്പോഴത്തെ പാപലോകത്ത് നമ്മെ വിടുവിക്കണം അല്ലേ. ഗലാത്യ ലേഖനം പൗലോസ് തുടങ്ങുന്ന ഇങ്ങനെ, ആ നമ്മെ ഈ ദുഷ്ടലോകത്ത് നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ കർത്താവ് ഉണ്ടല്ലേ. ആ ദുഷ്ടലോകത്ത് നമ്മെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ കർത്താവ് വീണ്ടും വരും. അവിടെ രക്ഷിതാവായി വരും. ഇവിടെ രക്ഷിതാവ് എന്ന് പറയുമ്പോഴും വലിയൊരു മീനിങ് അവിടെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഇവര് ഭരണത്തിന്റെ കീഴിലായിരിക്കുക, റോമൻ കോളനിയാ. അപ്പൊ അവിടെ റോമാ ചക്രവർത്തിയെ രക്ഷിതാവെന്ന് വിളിച്ചിരുന്ന ഒരവസ്ഥ അവർക്കറിയാം. ആ ചക്രവർത്തി പറയുന്ന എല്ലാം അനുസരിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഇരുന്ന് പറയുന്ന ആ സമയത്ത് പൗലോസ് പറയാണ്, നിങ്ങളുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, സീസർ അല്ല. ആ യേശു ക്രിസ്തു രക്ഷിതാവായി വരും, അവൻ പോയതുപോലെ വീണ്ടും വരും. ആ പ്രത്യാശയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ സ്വർഗീയ പൗരത്വമൊക്കെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്നവരാണ്. അതല്ല നിങ്ങൾ റോമാ പൗരത്വമൊക്കെ കൊട്ടിഘോഷിക്കുന്നവരാണ്. അതൊന്നും അല്ല. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഈ ലോകത്തിൽ പരദേശികൾ മാത്രമാണ്, കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വമുള്ള അവിടെ നിങ്ങളുടെ രക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തു വരും. അതിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. എങ്ങനെ ഇവിടെ നമ്മൾ റോമാലേഖനം 8:22 മുതൽ ഉള്ള വാക്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നത്. സർവ്വ സൃഷ്ടിയും എങ്ങനെയാ കാത്തിരിക്കുന്നത്? ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്ന സൃഷ്ടികളൊക്കെ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. നമ്മൾക്ക് ആ ഞരക്കമുണ്ടോ അല്ലേ? എന്ന് വായിക്കാം. റോമർ 8:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സർവ്വ സൃഷ്ടിയും, അതിനകത്ത് മനുഷ്യരുണ്ട്, മൃഗങ്ങളും ഉണ്ട്, സസ്യജാലങ്ങളും ഒക്കെ ഉണ്ട്. സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്ക് ഈ ഞരക്കമുണ്ടോ? നമ്മൾ 2 കൊരിന്ത്യർ 5 വായിക്കുന്നുണ്ട്, ഞരക്കത്തിനും ഒരു ഒരുക്കം വേണം. നമ്മൾ ഞരങ്ങണമെങ്കിൽ തന്നെ നാം ഒരുങ്ങിയിരുന്നാൽ മാത്രമേ നമുക്ക് ഞരങ്ങുവാൻ കഴിയത്തുള്ളൂ. ഞരങ്ങുമെന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷമിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ഈ ഭൗതികമായ ഈ താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗീയ ഭവനത്തിന് വേണ്ടി, അല്ലെ സ്വർഗീയമായ പാർപ്പിടത്തിന് വേണ്ടി നാം ഞരങ്ങുകയാണ്. ഞരക്കത്തിന് ഒരു ഒരുക്കം വേണം എന്ന് പറയാനേ. നമുക്ക് ആ ഞരക്കം വേണമെങ്കിൽ നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഞരങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. എൻ്റെ ഈ താഴ്ചയുള്ള ശരീരം, ഞാൻ ഈ ലോകത്തിൽ ഈ നശിച്ചു പോകേണ്ട ഒരു ശരീരമാണ്. അതിനെ ഞാൻ എങ്ങനെയൊക്കെ മോടി പിടിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ സ്വർഗീയ ശരീരം പ്രാപിക്കാൻ നമുക്കൊരു ഞരക്കമുണ്ടോ? അത് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ ലോകത്തിൽ മോടി പിടിപ്പിക്കുക, ഈ ശരീരത്തെ എങ്ങനെ മോടി പിടിപ്പിച്ചു കൊണ്ട് നടക്കാം? നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കുന്നവരാണ്, പഴയതല്ല. ഇപ്പം നമ്മുടെ മുടിയൊന്ന് കറപ്പിക്കണം അല്ലേ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. നര നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ പ്രായത്തിനനുസരിച്ച് നരയ്ക്കുന്നുണ്ട്, നമുക്ക് നരയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളൊന്ന് വെളുപ്പിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മളും ഈ ലോകത്തോടു കൂടെ ചേർന്ന് ജീവിക്കാൻ പോകുന്നത് അതല്ല. നമ്മൾ ഞരങ്ങിക്കൊണ്ട് ജീവിക്കണം. ആ ഞരക്കത്തിന് ഒരു ഒരുക്കം വേണം. ആ ഒരുങ്ങിയാൽ മാത്രമേ, ക്രിസ്തുവിനുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഞരങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞരങ്ങുന്ന എന്തിനാ? ഈ ഭൗതികമായ ശരീരം മാറിയിട്ട്, ഈ താഴ്ചയുള്ള ശരീരം മാറിയിട്ട് ഈ ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പറയുന്ന ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന
നാമും നമ്മുടെ ശരീരത്തിന്റെ, ഏത് ശരീരത്തിന്റെ? ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇനി പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രക്ഷിതാവ് സ്വർഗത്തു നിന്ന് വരും. ആ പ്രത്യാശയിലാണോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുക എന്തിനെ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്ന, കാണാത്തതാണ്. നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം പ്രത്യാശിക്കുന്നു. അതിനായി നാം എങ്ങനെ കാത്തിരിക്കുന്നു? ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമയോടെ നാം കാത്തിരിക്കണം. അപ്പൊ ഇതെല്ലാം നമുക്ക് ക്ഷമയൊക്കെ വേണം. ഇതൊക്കെ കിട്ടുന്ന എവിടുന്നാ? നമുക്ക് ആത്മാവിന്റെ ഫലമാണ് ഇതൊക്കെ. അപ്പം ആത്മാവിന്റെ ഫലം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യുന്ന? എങ്ങനെയാ ആത്മാവിന്റെ ഫലം പ്രാപിക്കുന്നത്? നമ്മൾ വെറുതെ ഇരുന്നാൽ പ്രാപിക്കുമോ? ഇല്ല. ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ആത്മാവിന്റെ ഫലം കിട്ടത്തുള്ളൂ. അപ്പൊ സ്വർഗീയ പൗരന്മാർ എങ്ങനെയായി തീരണം? നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൽ വസിക്കുന്നവരായി തീരരുതേ, ക്രിസ്തുവിൽ വസിക്കുന്നവരായി തീരുക. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുന്നുവെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അപ്പൊ സൃഷ്ടികൾ, നമ്മൾ ഈ സർവ്വ സൃഷ്ടി എന്ന് റോമാലേഖനത്തിൽ പറയുമ്പോൾ സൃഷ്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? അവർക്കും ഒരു വിടുതൽ വേണം. കാരണം ആദാമ്യ പാപത്താൽ ശപിക്കപ്പെട്ട ഈ സൃഷ്ടികളല്ലേ. മുള്ളും പറക്കാരെയും ഒന്നും ഇല്ലായിരുന്ന ഒരു സ്ഥലത്ത് ആദാമിന് കിട്ടിയ, പാപം ചെയ്തതിന്റെ ഫലമായി കിട്ടിയ ശാപത്താലാണ് മുള്ളും പറക്കാരെയൊക്കെ വന്നല്ലേ. നമ്മളെക്കാൾ അധികമായി അവരാ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചാൽ മതിയാവും. സകല സൃഷ്ടിയും ഇതുപോലെ ഇത് നമ്മൾക്ക് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾക്ക് വിടുതൽ പ്രാപിച്ചാൽ അവർക്കും ഒരു വിടുതൽ പ്രാപിക്കുമെന്ന് അവർക്കറിയാം. അപ്പം നമ്മൾ ഏകാഗ്രതയോടും ക്രിസ്തുവിനോടുള്ള നിർമ്മലതയോടും കൂടെ കാത്തിരിക്കുക. നമ്മുടെ രക്ഷിതാവ് നമ്മെ ചേർക്കുവാനായിട്ട് വരും. അവൻ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ ഈ ഭൂമിയിൽ അവകാശം തന്നിരിക്കുകയാണ്. നമുക്കും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമ്മെ തന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നാം സ്വർഗീയ പൗരന്മാരാ. ദൈവം നമ്മെ പോഷിപ്പിക്കുന്ന ജീവന്റെ മന്ന കൊണ്ടല്ലേ. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ നാം എന്നും പരിപോഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് വന്നാലും ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് ആ സമാധാനവും സന്തോഷവും നൽകി ദൈവം നമ്മെ നടത്തുന്നു. ഈ ലോകക്കാർക്കില്ലാത്ത വലിയൊരു സമാധാനം തരുവാൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും നമ്മളുടെ കൂടെയുണ്ട്. മറ്റു മനുഷ്യർക്കില്ലാത്ത ഒരു അവകാശമാണ്, ആ ഒരു ധനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വെറുതെ ദൈവമക്കളെന്ന് പറയുന്നവരല്ല. ദൈവത്തിന്റെ ആത്മാവ്, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്, അവൻ നിങ്ങളിൽ വന്ന് വാസം ചെയ്യും, ഞാനും പിതാവും നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ ഞാനൊരു കാര്യസ്ഥനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൃത്വത്തിലെ മൂന്നാളത്വങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മുഴുവൻ മൊത്തത്തിലെ മൂന്നാളത്വങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവം ആരാണ്? ഈ ലോകത്തിന്റെ ദൈവം, അവരുടെ ദൈവം വയറ്. അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ ദൈവം അവിടെ ഇവിടെ അല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു നാം അറിയുന്നില്ലയോ? അല്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ചിലപ്പം പല വിശ്വാസികളെയും നോക്കിയാലേ ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നൊരു സംശയം തോന്നും, അല്ലേ? ഓരോ ദിവസവും നാം നമ്മെ തന്നെ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ. ക്രിസ്തു നിങ്ങൾ ഉണ്ടോ എങ്കിൽ, അല്ലേ?
നിങ്ങൾ ശോധന ചെയ്യുക, നിങ്ങളുടെ വിശ്വാസം ശോധന ചെയ്യുക. ഞാൻ എന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറയുന്നത്, ഓരോ ദിവസവും നാം നമ്മുടെ പ്രാപിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുക. ആ പരിജ്ഞാനം നമ്മൾ നിലനിർത്താൻ നമ്മെ തന്നെ വിട്ടിച്ചു പോയുള്ള ഒരു നാഥനല്ല, തൃത്വം മുഴുവനും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ വചനം പഠിക്കാതെ ദൈവം നമ്മളെ നടത്തത്തില്ല മക്കളെ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വചനത്താലാ. ദൈവത്തിന്റെ വചനം ഉള്ളിൽ ഇല്ലാത്തവരെ എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുവാൻ കഴിയും? ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ്. അതാണ് നാം അനുസരിച്ച് നടക്കേണ്ടത്. നാം സ്വർഗീയ പൗരന്മാരാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ളപ്പോൾ ആ വചനത്താലാണ് ദൈവം നമ്മെ നടത്തുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിലൊക്കെ പ്രാക്ടിക്കലായി കാണുന്നത് നമ്മുടെ ചിന്തകളെ മാറ്റണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും ചിന്താകുലപ്പെടരുതെന്ന് പറയുന്നത് കൽപ്പനയായിട്ടാ പറഞ്ഞേക്കുന്നത്. ചിന്തകൾ വരാം, ചിന്തകൾ നമ്മെ അധീനരാക്കരുത്. ഒരു ചിന്തയാൽ നാം ആകുലപ്പെടരുത്, ആകുലത ഉണ്ടാകരുത്. കാരണം ചിന്തകളാണ് പ്രവൃത്തികളായിട്ട് വരുന്നത്. പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് അനുവദിക്കരുത്. നമ്മുടെ എല്ലാ ചിന്തകളല്ല, നമ്മുടെ വേണ്ടാത്ത ചിന്തകൾ നമ്മെ നിയന്ത്രിക്കാനായിട്ട് നാം അനുവദിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റാണോ പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുക. അപ്പം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ് നിങ്ങൾ ചിന്താകുലപ്പെടരുത്. പക്ഷേ നമ്മുടെ ചിന്താകുലങ്ങളെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല ചിന്തകളാൽ നമ്മെ നിറയ്ക്കണം. ആ നല്ല ചിന്തകൾ നമുക്ക് വരുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. അത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഉള്ളിൽ കുത്തി നിറച്ചാൽ മാത്രമേ ദൈവത്തിന് അനുരൂപമായി, ക്രിസ്തുവിനെ അനുരൂപമായി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ബാക്കി വരുന്നുണ്ട്, നമ്മൾ സ്വർഗീയ പൗരന്മാർ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. അപ്പൊ സ്വർഗീയ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും സ്വർഗീയ ഭരണഘടന പിന്തുടരേണ്ടവരാണ്. അപ്പൊ ഇനി 21-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അവിടെ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അപ്പം നാം ഈ ലോകത്ത് ജീവിക്കുന്ന ശരീരത്തോട് കൂടെയല്ല സ്വർഗത്തിൽ വസിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ശരീരത്തിന് ഒരു മാറ്റം വരും. ഈ നമ്മളിലുള്ളത് പാപശരീരമാണ്. പാപശരീരം, പാപമില്ലാത്തവനായി ദൈവം ആദമിനെ സൃഷ്ടിച്ചു. എങ്കിലും മനുഷ്യൻ പാപം ചെയ്തതിനാൽ ആദമിലൂടെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ഒന്നാം മനുഷ്യനായ ആദം പാപം ചെയ്തത് മൂലം ആ പാപത്ത് ഒരു മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നു. അങ്ങനെ സകല മനുഷ്യരിലും മരണവും പാപവും പരന്നിരിക്കുന്നു അല്ലെ. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച തേജസ്സുള്ള ശരീരം താഴ്ചയുള്ള ശരീരമായി മാറിയത്. അപ്പം തേജസ്സോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച്. പാപം ചെയ്തതിന്റെ ഫലമായി ആ തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു. ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ആ ശരീരം മരണമില്ലാത്ത ശരീരമായിട്ട് ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആദം പാപം ചെയ്തത് മൂലം മരിക്കുന്ന ദ്രവത്വമുള്ള ശരീരമായി തീർന്നു. അപ്പൊ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് താഴ്ചയുള്ള ശരീരമാണ്. അത് രോഗമുള്ള ശരീരം, ക്ഷീണമുള്ള ശരീരം, വേദനിക്കുന്ന ശരീരം, ചുളുക്കവും പാടുകളും ഒക്കെ ശരീരം, പ്രായം ചെല്ലുന്നത്, വാർദ്ധക്യവും നരയും ഒക്കെയുള്ള ഒരു ശരീരം, അവസാനം മരണത്തിന് അടിമപ്പെടുന്ന ഒരു ശരീരമാണ് ഈ ശരീരം അല്ലെ. അപ്പൊ ഈ ശരീരം നമ്മൾ ഞാൻ പറഞ്ഞ പ്രായം
ചെല്ലുന്നതനുസരിച്ച് ചുളിവുകളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ നമ്മൾ മിനുസപ്പെടുത്തിയൊക്കെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ മാറിയിട്ട് മഹത്വമുള്ള ഒരു ശരീരം നമുക്ക്, ഈ താഴ്ചയുള്ള ശരീരം മാറി മഹത്വമുള്ള ഒരു ശരീരം നമുക്ക് പ്രാപിക്കും. അപ്പം മഹത്വമുള്ളതെന്ന് പറയുമ്പോൾ അത് മരിക്കാത്ത ശരീരമാണ്, അത് തേജസ്സുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്, അത് നിത്യമായ ശരീരമാണ്. ഈ ലോകത്തിലെ ശരീരം ഈ പാമ്പ് പടം ഒഴിഞ്ഞു വെച്ചിട്ട് പോകുന്നത് പോലെ ഈ ഭൂമിയിൽ നാം ഇട്ടേച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇനി നമുക്ക് കിട്ടുവാനുള്ള ശരീരം കോടാനുകോടി വർഷങ്ങൾ കർത്താവിനോടുകൂടെ ജീവിക്കാൻ പോകുന്ന നിത്യശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ നിത്യശരീരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ ശരീരം ആര് കണ്ടു? ശിഷ്യന്മാർ കണ്ടു. അത് ശിഷ്യന്മാരോട് കൂടെ അത് കാണുവാൻ കഴിയുന്ന ശരീരമായിരുന്നു, അല്ലെ? അത് സ്പർശിക്കുവാൻ കഴിയുന്ന ശരീരമായിരുന്നു. അത് ആഹാരം കഴിച്ചു, കർത്താവ് ആഹാരം കഴിച്ചു വന്നത് ആഹാരം കഴിക്കുന്ന ശരീരമായിരുന്നു. പക്ഷേ വാതിൽ അടച്ചിരിക്കെ, വാതിൽ തുറക്കാതെ തന്നെ കടന്നു പോകുന്ന, ഇപ്പുറത്ത് വരുന്നൊരു ശരീരമായിരുന്നു. അവിടെ പറയുന്നുണ്ട്, ആ വാതിലുകൾ അടഞ്ഞിരിക്കെ അവൻ മുറിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ അതിന് മഹത്വമുള്ള ശരീരം എന്നാണ് പറയുന്നത്. അപ്പം ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ശരീരവും അങ്ങനെ ആയിത്തീരും. ആ ശരീരം നാം ആയിത്തീരുന്നത് എങ്ങനെയാ? നാം സ്വർഗീയ പൗരന്മാരായതുകൊണ്ടാണ്, അല്ലെ? അങ്ങനെ വെറുതെ എല്ലാവരുടെയും ശരീരം മഹത്വമുള്ള ശരീരമായി തീരത്തിൽ, അത് ജീർണിച്ചു പോകും. അതിൽ നിന്നും വ്യത്യാസമായി ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവമക്കളുടെ ശരീരം ഇപ്പോൾ താഴ്ചയുള്ളതാണെങ്കിലും അന്ന് മഹത്വമുള്ളതായി തീരും. പൗലോസ് പറയുന്നുണ്ട്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിനൊക്കെ ഞങ്ങൾ ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കും. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും നാൾക്കുനാൾ അത് അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ, 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കൂടെ, എത്ര അടി കൊണ്ട ശരീരമാ, കല്ലേറ് കൊണ്ട ശരീരമാ, അല്ലെ? അത്രത്തോളം എന്താ പറയുക, രോഗം ശീലിച്ച ശരീരമായിരുന്നു അത്. ഉറക്കമില്ലാത്ത ശരീരമല്ലേ? ആ പട്ടിണി എല്ലാം ശീതം എല്ലാം സഹിച്ച ആ ശരീരമായിരുന്നു. ആ ഒരു കുറുകിയ ശരീരത്തെ കുറിച്ച് പൗലോസ് പറയുന്ന അവിടെ. ആ ശരീരം, അതുപോലെയുള്ള ശരീരമാണെന്നും പൗലോസ് പറയാണ്, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുക. എന്നുകൊണ്ടാ? കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്, അല്ലേ? ഉരുവാനല്ല മർത്യമാത ജീവനാൽ നീങ്ങിപ്പോകേണ്ടത്. ഈ കൂടാരത്തിലേക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ട് ഞെരുക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം മാത്രം. ഞാൻ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തിന് ഒരു ഒരുക്കമുള്ളവുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരം മാറി ഞങ്ങൾക്കൊരു നിത്യ തേജസ്സുള്ള ശരീരം കിട്ടുമെന്ന് പൗലോസ് പറഞ്ഞു. അതിലെ കൂടാരമായി നമ്മുടെ ഭവനം, ഈ താഴ്ചയുള്ള ഭൗമഭവനം ഒഴിഞ്ഞു പോകേണ്ടത്, നമ്മൾ കളഞ്ഞിട്ട് പോകേണ്ടവരാണ്. എത്ര നമ്മൾ മേക്കപ്പ് ചെയ്ത് സൂക്ഷിച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ മാറേണ്ടതാണ്. പക്ഷെ അതിലധികമായി ആ നിത്യ തേജസ്സുള്ള ആ ഒരു മഹത്വകരമായ ശരീരം നമുക്ക് ലഭിക്കും. നമ്മൾ 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വചനങ്ങളാൽ ആശ്വസിച്ചു കൊള്ളുവീൻ എന്നാ പറയുന്നത്. അവര് കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെ കടന്നു വന്ന ജനത്തോട് പറയുക, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ, അല്ലെ? ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. ഒന്നുകൂടെ വായിക്കാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
അപ്പൊ അവിടെ പിന്നെ പറയുന്നുണ്ട്, ഈ വാക്കുകളാൽ നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നത്. അതിന് മുമ്പേയൊക്കെ പറയുന്നുണ്ട്, തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനല്ലേ, അങ്ങനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതി ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ലോകത്തിലുള്ളവരെ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല. നമ്മളുടെ ഈ താഴ്ചയുള്ള ശരീരം മാറി കർത്താവിന് അനുരൂപമായ ആ ഒരു ശരീരം നാം പ്രാപിപ്പാൻ ഉള്ളവരാണ്. അതുകൊണ്ട് ഈ വചനമൊക്കെ നമുക്ക് പ്രത്യാശ നൽകുകയാണ് ചെയ്യുന്നത്. നശിക്കാത്ത, രോഗമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, മരണത്തിന് കീഴടങ്ങാത്ത, ആ പാപത്തിന് ഇനി അധീനമാകാത്ത, ഇപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ടു എങ്കിലും വീണ്ടും പാപത്തിന് അടിമപ്പെടാവുന്ന ഒരു ശരീരത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇനി കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടുവാൻ പോകുന്ന ശരീരം പാപത്തിന് അധീനപ്പെടാത്ത, മരണത്തിന് അധീനപ്പെടാത്ത ഒരു ശരീരമായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ തന്നെ പറയുന്നു, അത് ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ അല്ലേ പറഞ്ഞത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. നമ്മൾ തന്നെയല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അപ്പൊ എങ്ങനെയാണ് തനിക്ക് കീഴടക്കുവാൻ കഴിയുന്ന വ്യാപാര ശക്തി? ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയാൽ, മരണത്തിന്മേൽ അധികാരമുള്ള ആ ശക്തിയാൽ, പാപത്തിന്റെ മേൽ അധികാരമുള്ള ശക്തി, സാത്താന്റെ മേൽ അധികാരമുള്ള ശക്തി, സകല സൃഷ്ടികളുടെ മേലും അധികാരമുള്ള ശക്തി. അത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ സർവശക്തിയാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും ഉരുവാക്കിയ ദൈവത്തിന്റെ ശക്തിയാൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി അല്ലെ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉയർപ്പിച്ച ആ ശക്തിയാലാണ് ദൈവം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെയും തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 3:20 നാം പഠിച്ചതാണ്. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ആ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിലും തന്നെ നമ്മെയും ഇന്നും നടത്തുന്നു. പാപത്തുനിന്ന് വീണ്ടെടുത്ത ശക്തി, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ജീവിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ശക്തി തന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. നമ്മൾ റോമാലേഖനം 8:11 മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഒന്ന് വായിക്കാം. ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ! മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. ക്രിസ്തുവേശുവിനെ ഉയർപ്പിച്ച ശക്തി അതാണ്. ഇന്നും സാക്ഷ്യമായി ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ഞാൻ പോയി ഇനി വീണ്ടും വരും. അവൻ അവിടെ ഇല്ല അല്ലേ? അങ്ങനെയല്ലേ എഴുതി വച്ചേക്കുന്നത്? അവൻ അവിടെ ഇല്ല. ആ കർത്താവിനെ ഉയർപ്പിച്ച ആ ശക്തി നമ്മുടെ ഉള്ളിലും തന്നിരിക്കുക. നമ്മൾ പറയും നമ്മെ ആർക്കും വേണ്ട, നമ്മെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല, നമ്മള് ഇങ്ങനെ അങ്ങ് ദുഃഖിച്ചൊക്കെ അങ്ങ് കഴിയാന്നല്ലേ? അല്ല, നമ്മൾ വിശേഷതയുള്ളവരാ. ദൈവം നമ്മൾ വസിക്കുന്നുണ്ട്. യേശുവിനെ ഉയർപ്പിച്ച ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇതുവരെ വിശ്വസിക്കുക, ഇനിയെങ്കിലും അങ്ങ് വിശ്വസിക്കുക. വചനം പറയുന്നുണ്ട്. വചനത്തിലെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് വിശ്വസിക്കാനുള്ളതല്ല, ഇതെല്ലാം വിശ്വസിക്കാനായിട്ടുള്ളതാ. അപ്പൊ ഒന്നുകൂടെ വായിച്ചു ഞാൻ വിടാം. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആ ശക്തിക്കായി ഇവിടെ പറയുന്ന സകലവും തനിക്ക് കീഴ്പ്പെടുക്കുവാൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തി അല്ലേ? നിങ്ങളുടെ ബൈബിളിലും എൻ്റെ ബൈബിളിലും ഒരേ കാര്യം തന്നെ എഴുതിയിട്ടേക്കുന്നത്. നമുക്ക് വിശ്വാസവും പ്രത്യാശയൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് വായിച്ച് പ്രത്യാശപ്പെടണം, ഒന്ന് ശക്തിപ്പെടണം. നമുക്ക് നമ്മുടെ ഈ
പ്രശ്നങ്ങളോ, നമ്മുടെ ഈ രോഗമോ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോ, നമ്മുടെ പലതും 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 നമ്മെ കീഴ്പ്പെടുത്തുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കണം. ഒരു ചിന്താകുലവും നമ്മിൽ ചിന്തിക്കണമെന്ന് പറയത്തില്ല, ചിന്തിക്കണം. അത് ചിന്തിച്ചാലേ നമുക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. നാളെക്കുറിച്ച് നാം ചിന്തിക്കണം. പക്ഷെ നാളെക്കുറിച്ച് ചിന്താകുലരാകരുത്. അതിന് പകരമായി നാം ക്രിസ്തുവിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്നു. അപ്പൊ നാം സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമായതും പുകഴ്ചയായതൊക്കെ എന്ത് ചെയ്യണം? വചനത്തിൽ വായിച്ചാൽ പോരാ, ചിന്തിക്കുക. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കുന്നു അതാണ് നാം, അല്ലേ? അത് വചനത്തിൽ മാത്രം എഴുതി വെച്ചേക്കുന്നതല്ല, ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നേക്കുന്ന സംഭവമാണ്. അത് നടത്തിത്തരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നവരായിരിക്കണോ? അങ്ങനെയല്ല. അവിടെ റോമാലയല്ല, 1 കൊരിന്ത്യർ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യർ അരിഷ്ടന്മാരാ, അല്ലേ? നമ്മൾ അങ്ങനെ അരിഷ്ടന്മാരാകാൻ അല്ല ദൈവം നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി വെച്ചിരിക്കുന്നത്. ഫിലിപ്പിയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ റോമാ പൗരത്തെക്കുറിച്ച് അവർ ഭയങ്കര എന്താ പറയുന്നത്, എന്താ പറയുന്നത്, സന്തോഷമുള്ളവരായിരുന്നെങ്കിൽ, അവർ ആ വലിയ പ്രശംസ ഉള്ളവരായിരുന്നെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സ്വർഗീയ പൗരന്മാർ, പരദേശികളാണെങ്കിലും നമ്മൾ സ്വർഗീയ പൗരന്മാർ എത്രത്തോളം പ്രത്യാശയും സന്തോഷവും അനുഭവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർ അത് കാണണം. അവർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ച ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ശക്തി കൊണ്ട് ദൈവം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെയും തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഹോപ്പുണ്ട്. വി ഹാവ് എ ഷുവർ ഹോപ്പ്. നാം ലോകത്തിലുള്ളവരെ പോലെയല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് വരും. നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലേ? എഴുതപ്പെട്ടത് എങ്ങനാ? ആ സ്വർഗത്തിൽ ക്രിസ്തുവിലായപ്പോൾ നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ, എഫെസ്യ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമുക്കുണ്ട്, അല്ലേ? ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ തന്ന് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കും, നമ്മെ ചേർക്കാൻ. നമ്മുടെ കർത്താവ് വീണ്ടും വരും. അപ്പൊ നാം വീണ്ടും വരുന്നത് മാത്രമല്ല, നാം നമ്മെ ചേർത്തുകൊള്ളും. നാം അവനോടുകൂടെ സദാകാലം വസിക്കും. അപ്പൊ നമുക്കൊരു പെർമനന്റ് ഹോം ഉണ്ട്. പരദേശികൾ സ്വദേശത്തേക്ക് പോകുന്നത് പോലെ നാം ആ പരദേശികളായി ലോകത്തിൽ ജീവിക്കും. നമ്മുടെ സ്വന്തം ഭവനത്തിൽ പോയി പ്രിയനോടുകൂടെ നാം വസിക്കും, അല്ലേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഞാൻ വായിച്ചു പോകാം. 15-ന്റെ 10 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊ ഈ ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ഒരു ശരീരം നമുക്ക് പ്രാപിക്കും. നാം ദ്രവത്വമുള്ളത് നിത്യമായതിലേക്ക് പ്രാപിക്കും. ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-9. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യർ അരിഷ്ടന്മാരാത്രേ. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിനെ, അതാണ് പറയുന്നത്, അവര് ക്രൂശിന്റെ ശത്രുക്കള്, അല്ലെ? അവരുടെ ദൈവം വയറ്, അവര് ലജ്ജിയാതവർക്ക് മാനം തോന്നുന്നു, അവരുടെ അവസാനം നാശമാ. അപ്പൊ നാം ഈ ആയുസ്സിൽ മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കണ്ടേ. അങ്ങനെ മാത്രമാ നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് മാത്രം നാം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുതുക. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ, ആദ്യ ഫലം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറകെ ഒരു കൊയ്ത്തുണ്ട്. അത് ആദ്യ ഫലത്തിന്റെ ആ ഒരു സൈൻ എന്ന് പറയുന്നത്, അല്ലെ? ആദ്യ ഫലം ആദ്യ ഫലം വിത്ത് ആ ഒരു കട്ട എടുക്കുമ്പോൾ അതിന്റെ പുറകെ കൊയ്ത്ത് വരുന്നുണ്ട്. അവിടെ പറയാം. അപ്പൊ എന്നാൽ ക്രിസ്തു
നിദ്ര കൊണ്ടവർ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന്, മരിച്ചവർ എന്ന് പറഞ്ഞാൽ നിത്യനാശത്തിലേക്ക് പോകുന്നവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരുന്നിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. 22, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. നാം ആദമിൽ മരിച്ചവരാണ്, നാം ക്രിസ്തുവിൽ ജനിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. നാം ക്രിസ്തുവിനോടുകൂടെ ഇനിയും ജീവിക്കും. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മുടെ പുനരുത്ഥാനവും ഉണ്ടായി. അപ്പം ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പിന്നെ ക്രിസ്തുവിനുള്ളവർ എങ്ങനെ? അവന്റെ വരവിങ്കൽ. ആദ്യ ഫലം ഉണ്ടെങ്കിൽ അതിനൊരു കൊയ്ത്തുണ്ട്. ആദ്യ ഫലം ക്രിസ്തു ഉയർത്തപ്പെട്ടു, കല്ലറ ഇപ്പൊ തുറന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അപ്പൊ നമ്മളെല്ലാം ക്രിസ്തുവിനുള്ളവരാണ്. അവന്റെ വരവിങ്കൽ നാമും ഉയർത്തപ്പെടും. ചിലവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നവരെ പോലെയാ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു പോക്കില്ലാന്ന് ചിന്തിച്ച് നിൽക്കുന്നവരാ. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഉയർക്കപ്പെടും. പിന്നെ 24 വാക്യം, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എല്ലാ ശക്തികളും അവിടെ പറയുന്നത്, അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടതാവുന്നു. ഒടുക്കത്തെ ശത്രുവായി മരണവും നീങ്ങിപ്പോകും. അങ്ങനെയാണ് നാം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത്. മരണം നീങ്ങി നാം നിത്യജീവിതത്തിൽ, വിശ്വാസിയുടെ മരണം ഈ ലോകത്തിൽ അവിടത്തേക്കൊരു പ്രമോഷനാ, സ്വർലോകത്തിലേക്കൊരു പ്രമോഷൻ. ഇവിടെ മരിച്ചു, നാളെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്രിസ്തുവിൽ അവിടെ ആയിരിക്കുകയാണ്. നമ്മുടെ പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 48 വാക്യത്തിലേക്ക് പോകാം. 48 15 1-15-48. മണ്ണ് കൊണ്ടുള്ളവരെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും. നമ്മിപ്പം മണ്ണ് കൊണ്ടുള്ളവരല്ലേ, പക്ഷെ നമ്മെ വിടുവിച്ചവന്റെ ആ സ്വർഗീയന്റെ പ്രതിമ പോലെ നമായി തീരും. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയന്റെ പ്രതിമ എന്തായിരിക്കും? ആദാമിന്റെ ശരീരത്തിൽ, പാപശരീരത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിന്റെ പാപമില്ലാത്ത ശരീരത്തോല് പോലെ നാം ആയിത്തീരും. ഇനി 50 വാക്യം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാവിർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് നശിച്ചു പോകുന്നത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് മരണമുള്ളത് അമർത്യത്തെയും മരണമില്ലാത്തതിനെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. 57 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ കർത്താവിലൂടെയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ, നാം കർത്താവിൽ വിശ്വസിച്ചതിനാൽ നമുക്ക് കിട്ടിയ രക്ഷയിലാണ് ഇതെല്ലാം സംഭവിക്കും. പൗലോസ് പറയുക, എൻ്റെ ശരീരം മർത്യമായതാ, ഞാൻ അമർത്യത്തിലേക്ക് പോകും. പക്ഷെ അതിനെല്ലാം കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഈ മർത്യമായ ശരീരത്തെ അമർത്യമാക്കുന്നത് ആ കർത്താവ് നമുക്ക് ജയം തന്നിരിക്കുന്നു. 58 വാക്യം പലരും വിട്ടുകളയുന്ന ഒരു വാക്യമാണ്. അത് ഞാനൊന്ന് വായിച്ചു വിടാം. ആകിയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. ചുമ്മാതിരിക്കുന്നവരല്ല, വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവൻ. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തുവിന് അനുരൂപമായി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. അതൊരു ചെറിയ കാര്യമാണെങ്കിലും, അത് മറ്റുള്ളവരെ ഒന്ന് സമാധാനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും, മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ എന്താ പറയുക, സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യം, ഏത് കാര്യത്തിലാണെങ്കിലും വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരും. നിങ്ങൾ ചെയ്യുന്നത് അധികമായി ചെയ്യുവിൻ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. രക്ഷ നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്. ഇനി വേലയിൽ നാം വർദ്ധിച്ചു വരുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം പെട്ടെന്ന് പറഞ്ഞു വിടാം, 4 മിനിറ്റ് ഉണ്ട്.
പത്രോസിന്റെ ലേഖനത്തിലും അങ്ങനെ തന്നെയാ പറഞ്ഞത്. എങ്ങനെയാ നടക്കണ്ടേ? വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി നടപ്പിൻ. 1 പത്രോസ് 1:14-15 വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന, അറിവില്ലായ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് 2 അധ്യായത്തില് തുടരുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുപ്പീൻ. അപ്പം രക്ഷയ്ക്കായി നാം വളരണം. 2 അധ്യായത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കണം. നമ്മുടെ രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. രക്ഷ പ്രാപിച്ചു എന്നും പറഞ്ഞ് നാം അടങ്ങിയിരിക്കുന്നവരായിട്ടല്ല, അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ പോകുമല്ല. നമ്മുടെ രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കണം. നമ്മുടെ ഉള്ളിൽ ലഭിച്ച ആ വെളിച്ചം നാം നമ്മുടെ പുറത്ത് നാം കൊണ്ടുവരണം. അകത്ത് കിട്ടിയ വെളിച്ചം പുറമേ പ്രകാശനം. രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ട്, അതുകൊണ്ട് നാം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത വാൾ കുടിച്ചും കൊണ്ട് വളരുവീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നാം പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പില്ലെന്നാ പറയുന്നത് അല്ലേ. നാം ഭൂമിയിൽ പരദേശികളാണ്, വെറും യാത്രക്കാർ മാത്രം. നമ്മുടെ യഥാർത്ഥ വീട് അല്ലെങ്കിൽ പൗരത്വം സ്വർഗത്തിലാണ്, ക്രിസ്തുവിന്റെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ, ആ സ്വർഗീയ, നമ്മൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അമേരിക്ക ഭരണഘടന അനുസരിച്ച് നടക്കുന്നത് പോലെ ഇവിടെയും അല്ലെ ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നടക്കുന്നത് പോലെ സ്വർഗീയ പൗരന്മാർ സ്വർഗീയ മൂല്യങ്ങളും ഭരണഘടനയും അനുസരിച്ച് നടക്കുക. എന്നാൽ നമ്മുടെ കർത്താവ് വീണ്ടും വരും, നമ്മെ ചേർത്തുകൊള്ളും, നാം അവനോടുകൂടെ ജീവിക്കും. ഈ മരണമുള്ള അല്ലെങ്കിൽ ഈ രോഗമുള്ള ഈ വ്യഥകളുള്ള ഈ ശരീരം മാറിയിട്ട് മരണമില്ലാത്ത, വ്യഥകളില്ലാത്ത, വ്യാകുലങ്ങളില്ലാത്ത അദ്രവത്വമുള്ള ഒരു ശരീരം നാം പ്രാപിക്കും. നിത്യമായ ഒരു ശരീരം പ്രാപിക്കും. ക്രിസ്തു നമുക്കുണ്ട്. ക്രിസ്തു നമ്മുടെ ആരാണ്? നമ്മുടെ രക്ഷിതാവാണ്. ഇപ്പോൾ അവൻ ഒരിക്കൽ നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോൾ നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഓരോ ദിവസവും വീണ്ടെടുത്തുകൊണ്ടേയിരിക്കും. നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തെ നീക്കവൻ. അത് എന്നത്തേക്കുവാ? അത് ഓരോ ദിവസവും ദൈവം നമ്മെ ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മെ അവൻ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറുതെ വിട്ടിട്ട് പോയതല്ല, നമ്മെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ നമ്മെ കാത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. തക്ക സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തുള്ള കൃപ ലഭിപ്പാനുമായി ഏത് സമയത്തും കൃപാസനത്തിലേക്ക് മുമ്പാകെ അടുത്തു വരുവാൻ നമുക്ക് അനുവാദമുണ്ട്, അധികാരമുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യരുടെ അടുത്ത് എവിടെ പോകണമെങ്കിൽ, ഇവിടെ ആണെങ്കിൽ നമ്മളൊരു വീട്ടിൽ പോകണമെങ്കിൽ പോലും അനുവാദം ചോദിച്ചിട്ടേ പോകാനൊക്കത്തുള്ളൂ. ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനെ, വല്ല സീനിയേഴ്സിനെ കാണണമെങ്കിൽ എന്തിനും നമുക്ക് അനുവാദം ചോദിക്കണം. പക്ഷേ നമുക്ക് അനുവാദമില്ലാതെ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ 24/7 തുറന്നു കിടക്കുന്ന ഒരു വാതിലുണ്ട്, ക്രിസ്തുവിന്റെ കൃപാസനം. അവൻ നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് കൃപാസനത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത്. അപ്പം നമ്മോട് കൂടെയുണ്ട്. ഇനി നമ്മെ ആ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി അവൻ വീണ്ടും വരും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശിച്ചുകൊള്ളുവീൻ. ഇപ്പൊ നമ്മളെ എബ്രായലേഖനം 9:27-28 വായിക്കും. 27-28 ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും
ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പം ആരുടെ രക്ഷയ്ക്കായി? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പം നാം കാത്തു നിൽക്കണം. എന്തിനായി കാത്തു നിൽക്കണം? നാം കർത്താവിനായി കാത്തു നിൽക്കണം. എങ്ങനെ കാത്തു നിൽക്കണം? ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിടാതെ ക്രിസ്തുവിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകൾ പോലെ ഈ ലോകത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കണം. ഒരു വധു തന്റെ കാന്തനു വേണ്ടി, വിവാഹത്തിനു വേണ്ടി ഒരു ലോകത്തിന്റെ ഇതൊന്നും ഏൽക്കാതെ, മാലിന്യമേൽക്കാതെ കാത്തിരിക്കുന്നത് പോലെ തൻ്റെ കാന്തനെ പ്രതീക്ഷ നാം വിശുദ്ധിയോടെ കാക്കണം. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ പരദേശവാസം ഭയത്തോടെ, പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീനെന്ന് പറയുകയാണ്. അപ്പൊ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഈ ലോകത്തിനുള്ളവരെല്ലാം നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ വീട് സ്വർഗമാണ്. ക്രിസ്തുവിന്റെ വരവാണ് നമ്മുടെ പ്രത്യാശ. ഈ താഴ്ചയുള്ള ശരീരം മാറി നാം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും. അതിനുവേണ്ടി നമ്മിലൊരു ശക്തി ദൈവം അയച്ചിരിക്കുന്നു. ആ ശക്തിയാൽ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.